തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 5-ാം തന്ത്രത്തിലെ ജ്ഞാനയോഗത്തിലെ അടുത്ത ചില പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇതാ നോക്കൂ. ഈ ലോകവും തനിക്ക് ഈ ദേഹവും ലഭിച്ചിടാനേകിയോരൻപിൻ അരുളായി നിന്നിടുന്നു. അരുളണച്ചിടും ജ്ഞാനം കൊണ്ട് ഞാൻ ശിവോഹമായി പെരുകിയിടും, ശിവാനന്ദമായി പിന്നെ പ്രാപിച്ചിടും. അപ്പോൾ ഒരു സാധകൻ ശിവകൃപ കൊണ്ട് ഈ ലോകവും തനിക്ക് ദേഹവും ലഭിച്ചത് ശിവൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച അതേ ശിവൻ തന്നെയാണ് തന്നെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അത് എങ്ങനെ? അൻപിനാൽ. അൻപ് സ്നേഹം കൊണ്ടാണ് ശിവൻ തന്നോട് തന്നെയുള്ള അപാരമായ സ്നേഹം കൊണ്ട് തൻ്റെ തന്നെ പ്രതിബിംബമായ ഈ ലോകത്തെ സൃഷ്ടിച്ചു. ലോകത്തെ സൃഷ്ടിച്ചതുപോലെ തന്നെ അൻപിനാൽ, സ്നേഹത്താൽ ഭഗവാൻ എന്നെയും സൃഷ്ടിച്ചു. അപ്പോൾ ഈ ലോകത്തിലും നിറഞ്ഞു നിൽക്കുന്നത് സ്നേഹശിവനാണ്, എന്നിലും നിറഞ്ഞു നിൽക്കുന്നത് പ്രേമശിവനാണ്. എന്നിട്ടോ അൻപെനിക്കരുളി, എൻ്റെ ഹൃദയത്തിലും സ്നേഹം കൊണ്ട് നിറച്ചു. പിന്നെ അരുളായി നിന്നിടുന്നു, അനുഗ്രഹമായി നിൽക്കുന്നു. ശിവൻ എപ്പോഴും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നു. പിന്നെ അരുളണച്ചിടും ജ്ഞാനം മാത്രമല്ല, ശിവഭഗവാൻ എനിക്ക് അരുൾ കൊണ്ട്, കൃപ കൊണ്ട്, ശിവൻ്റെ കൃപ കൊണ്ട് എനിക്ക് ജ്ഞാനവും നൽകി. അരുളണച്ചിടും ജ്ഞാനം, അരുളുകൊണ്ട് എനിക്ക് ജ്ഞാനവും ലഭിച്ചു. അങ്ങനെ ഞാൻ ശിവോഹമായി തീർന്നു. ഞാൻ തന്നെ ശിവനായി പരിണമിച്ചു. പെരുകിടും ശിവാനന്ദമായി ഞാൻ പ്രാപിച്ചിടും. ഞാൻ പെരുകുന്ന ഓരോ നിമിഷവും വർദ്ധിച്ച് വരുന്ന ശിവാനന്ദം കൊണ്ട് ഞാൻ അനുഗ്രഹീതനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഓരോ നിമിഷവും എന്നെ സംബന്ധിച്ചിടത്തോളം ശിവാനന്ദം നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. അപ്പോൾ ഇവിടെ നാം നോക്കൂ, ശിവൻ്റെ മഹാസ്നേഹം, ആ മഹാസ്നേഹം തന്നെയാണ് വ്യക്തിയിലും നിറഞ്ഞു നിൽക്കുന്നത്. ആ മഹാസ്നേഹം കൊണ്ട് ശിവൻ തന്നെ നമ്മിൽ ജ്ഞാനം നിറച്ചിരിക്കുന്നു. പക്ഷെ നാം അത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. ശിവഭഗവാൻ തന്നെ ജനിച്ച് വീഴുമ്പോൾ തന്നെ നമ്മിൽ ജ്ഞാനത്തെ ബീജാവാപം ചെയ്തിട്ടുണ്ട്. ആ ജ്ഞാനത്തെ കണ്ടെത്തുക, വളർത്തുക മാത്രം ചെയ്താൽ മതി ഒരു സാധകൻ. അതോടെ അയാൾ ശിവോഹം, ഞാൻ ശിവനാണ് എന്ന അവസ്ഥയിലേക്കും അവസാനം ശിവൻ്റെ ഏറ്റവും ഉന്നതമായ ശിവാനന്ദ ലഹരിയിൽ മുഴുകുകയും ചെയ്യും. ഇതാണ് തിരുമൂലദേവൻ പറയുന്നത്. ഇനി നോക്കൂ അടുത്ത്, ഗുരുദർശനം നൽ പൂജ, ചിന്തയും വന്ദനവും ഗുരുവിൽ ഗുണങ്ങളെ ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഗുരുപദം ശിരസിലേറ്റി വയ്ക്കുന്നവർക്കും ഗുരുവിൻ പ്രസാദമുണ്ടായി മുക്തിമാർഗം ലഭിക്കും. അപ്പോൾ ഗുരു തന്നെയാണ് ദൈവം. ഗുരു ബ്രഹ്മ, ഗുരു തന്നെയാണ് ദൈവം, ഗുരു തന്നെയാണ് ബ്രഹ്മം. അതാണ് ഇവിടെ പറയുന്നത്. ഗുരുദർശനം നൽ പൂജ, ഗുരുവിനെ കാണുക തന്നെ, ഗുരുവിൻ്റെ സമീപം ഇരിക്കുക തന്നെ സത്യത്തിൽ വലിയ ഗുരുപൂജയാണ്. അതാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. അരികിലിരിക്കുക. അരികിലിരിക്കുമ്പോൾ ദക്ഷിണാമൂർത്തിയായ ഗുരുവിൽ നിന്ന് അരുള് ഈ ശിഷ്യനിലേക്ക് ഒഴുകിയെത്തും. ഇതാണ് ഗുരുദർശനം തന്നെ നൽ പൂജ. ഇനി വന്ന ഒരു ഭാഗത്ത് ശക്തിപാദത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഗുരുദർശനം എങ്ങനെ ശക്തിപാദമായി തീരും നമ്മൾ കണ്ടതാണ്. രാമകൃഷ്ണ പരമഹംസർ വിവേകാനന്ദന് ദർശനം കൊണ്ട് തന്നെ ഈ
ശിവസായുജ്യം അനുഭവപ്പെടുത്തി കൊടുത്ത കാര്യം നാം നേരത്തെ കണ്ടതാണ്. അതുപോലെ ചിന്മയാനന്ദ സ്വാമികളും ജീവചരിത്രത്തിലൊരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ യുക്തിവാദിയായിരുന്നു. അങ്ങനെ വീട് വിട്ടിറങ്ങിക്കഴിഞ്ഞപ്പോൾ ചില സുഹൃത്തുക്കൾ പറഞ്ഞു, രമണ ആശ്രമത്തിൽ ചെന്നാൽ ഭഗവാനെ കാണാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും ആലോചിക്കാതെ രമണാശ്രമത്തിൽ ചെന്ന ഈ ചെറുപ്പക്കാരൻ അപ്പോൾ ഭജന നടക്കുകയായിരുന്നു. അതിൻ്റെ മുന്നിൽ പോയിരുന്ന് ഭജന പാടിക്കൊണ്ടിരിക്കുമ്പോൾ രമണ ഭഗവാൻ തൻ്റെ കണ്ണുകളെ കൊണ്ട് ഈ ചിന്മയാനന്ദനെ നോക്കി. അതോടെ ചിന്മയാനന്ദന് സ്ഥലകാല ഭ്രംശം നേരിട്ടു. അവാച്യമായ ഏതോ മറ്റൊരു അനുഭവ തലത്തിലേക്ക് ചിന്മയാനന്ദജി മാറി. ഭജന കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇത് ഏതെങ്കിലും മസ്മറിസമായിരിക്കും എന്ന് കരുതി. പക്ഷെ പിന്നീടാണ് മനസ്സിലാക്കുന്നത് അത് ശക്തിപാതമായിരുന്നു എന്ന്. രമണ മഹർഷിയുടെ ദർശനത്താൽ തന്നെ ചിന്മയാനന്ദ സ്വാമികളുടെ വളരെ ചെറുപ്പക്കാരനായ ചിന്മയാനന്ദ സ്വാമികളുടെ ഭാവി മുഴുവനും കുറിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇതാണ് ഗുരുദർശനം കൊണ്ട് സംഭവിക്കുന്നത്. അപ്പോൾ ഗുരുദർശനം നൽപൂജ, അതാണ് ഏറ്റവും വലിയ പൂജ. ഗുരുവിൻ്റെ അടുത്തിരിക്കുക, ഗുരുവിനെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ചിന്തയും ഗുരുചിന്ത, ഗുരുവിനെ പറ്റി ചിന്തിക്കുക എന്ന് വെച്ചാൽ ശിവനെ പറ്റി ചിന്തിക്കുക എന്നാണ് അർത്ഥം. ദക്ഷിണാമൂർത്തിയെ പറ്റി ചിന്തിക്കുക എന്നാണ് അർത്ഥം. പിന്നെ വന്ദിക്കുക, ഗുരുവിനെ വന്ദിക്കുക, ഗുരുവിനെ ആരാധിക്കുക. പിന്നെ ഗുരുവിൻ്റെ ഗുണഗണങ്ങളെ വീണ്ടും വീണ്ടും ഓർക്കുക. ഗുരുവിന് എന്തൊക്കെ ഗുണഗണങ്ങളുണ്ടോ ആ ഗുണഗണങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർക്കുക. പിന്നെ ഗുരുപദം ശിരസിലേറ്റി വയ്ക്കുക. ശിരസിലേറ്റി വയ്ക്കുക എന്ന് വെച്ചാൽ സഹസ്രാരത്തിൽ ഗുരുവിനെ സങ്കല്പിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. ഗുരുവിനെ സഹസ്രാരത്തിൽ കുടികൊള്ളുന്ന ശിവനായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഗുരുവിൻ പ്രസാദമുണ്ടായി വരും. ഗുരു പ്രസാദിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഗുരുവിൻ്റെ പ്രസാദം, ഗുരുവിൻ്റെ അരുൾ, ഗുരുവിൻ്റെ കൃപ ശിഷ്യനിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ശിഷ്യൻ ധന്യരിൽ വെച്ച് ധന്യനായി. അതോടെ മുക്തിമാർഗം ലഭിക്കും. തൻ്റെ മാർഗം, മുക്തിമാർഗം ഏതാണെന്ന് ശിഷ്യന് തെളിഞ്ഞ് കിട്ടും. അപ്പോൾ ഗുരുവിൻ്റെ മാർഗദർശനം, ഗുരുവിൻ്റെ അരുള്, ഗുരുവിൻ്റെ കൃപ, ഗുരുവിൻ്റെ അനുഗ്രഹം, ഇതൊക്കെ ഒരു ശിഷ്യന് വില തീരാത്ത മുതൽക്കൂട്ടാണ്. കാരണം ഗുരു സാക്ഷാൽ ശിവൻ തന്നെയാണ്. നമുക്കത് നോക്കാം. ഏകാദശ സ്കന്ധത്തിലെ മഹാഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ ചില ഭാഗങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇങ്ങനെ ഗുരുവിൻ്റെ ദർശനം ലഭിച്ച അനുഗ്രഹീതനായ ശിഷ്യന് പിന്നീട് താൻ ആരാണ് എന്ന്, താൻ ശിവോഹമാണ് എന്ന് മനസ്സിലാക്കുകയാണ്. നോക്കൂ, ഞാൻ ബോധസ്വരൂപനായ ആത്മാവ് തന്നെ എന്ന് അനുഭവിച്ചറിഞ്ഞാൽ, അപരോക്ഷ ജ്ഞാനാനുഭവത്തിലെത്തിയാൽ പിന്നെ ഒരുവന് ദൃശ്യപ്രപഞ്ചമില്ല. പിന്നെ അയാൾക്ക് ദൃശ്യപ്രപഞ്ചമേ ഇല്ല. ദൃശ്യപ്രപഞ്ചവും എന്തായി മാറുന്നു? ശിവനായി മാറുന്നു, ഗുരുവായി മാറുന്നു. സ്വന്തം ശരീരം ഉൾപ്പെടെ എല്ലാം മായാമാത്രമായി അറിയാറാവും അവന്. ഈ അറിവും ഭഗവാന്, അവസാനം ഈ അറിവും ഗുരുവിൽ തന്നെ സമർപ്പിക്കണം. സർവവും ഗുരുവിന് അഥവാ ഭഗവാന് അധീനമാണ് എന്ന് അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ അറിഞ്ഞതിന് ശേഷം ആണ് ഒരാൾ വിദ്വൽ സന്യാസിയായി തീരുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് വിദ്വൽ സന്യാസം എന്ന ആ തലം. വിദ്വൽ സന്യാസം എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ അതേ അനുഗ്രഹ ഗുണങ്ങളെല്ലാം തന്നെ ശിഷ്യനും സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് രാമകൃഷ്ണ പരമഹംസർ വിവേകാനന്ദന് ശക്തിപാതം നൽകിയതിന് ശേഷം പറയുന്നുണ്ട്, ഞാൻ നിനക്ക് എൻ്റെ ശക്തി അത്രയും നൽകി, ഇനി ഞാൻ പാപ്പരാണ് എന്ന് പറയുന്നുണ്ട്. തൻ്റേതായ എല്ലാം ശിഷ്യന് പ്രദാനം ചെയ്യുന്ന ഗുരു.
ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ശിഷ്യന് മോക്ഷപദത്തിലേക്ക് അല്ലെങ്കിൽ ശരിയായ മോക്ഷവീഥിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഇതാണ് തിരുമൂലദേവൻ ജ്ഞാനയോഗത്തിൽ നമ്മളോട് പറയുന്നത്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.